ഈ കേരളം എങ്ങനെ അത്ഭുതമാകുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ ഈ കിഫ്ബിയിലൂടെ പല പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഈ ലൈഫ് പദ്ധതി, ഈ ലൈഫ് പദ്ധതി അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാമൂഹ്യ പെൻഷൻ, ഇതെല്ലാം നൽകാൻ സാധിക്കുന്നത് കൊണ്ടാണ് കേരളം അത്ഭുതമാകുന്നത്. അപ്പോൾ ഇതിനൊക്കെ ആവശ്യമായ വിഭവ സമാഹരണം എന്ന് പറയുന്നത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ, ജനങ്ങൾക്ക് മേൽ യാതൊരു അമിതഭാരവും അടിച്ചേൽപ്പിക്കാതെ ആ രീതിയിലാണ് ഇതിന് വേണ്ട വിഭവ സമാഹരണം സർക്കാർ പൊതുവെ നടത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ കണക്കുകളെല്ലാം ഈ സുപ്രീം കോടതിയുടെ മുൻപാകെയുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ കടമെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ കേന്ദ്ര സർക്കാർ പറയുന്നു ഈ കിഫ്ബിയുടെ കടമെടുപ്പ്, അതുപോലെ പെൻഷൻ കമ്പനിക്കുള്ള കടമെടുപ്പ്, ഇതെല്ലാം കടമെടുപ്പിൻ്റെ പരിധിയിൽ വരും എന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോൾ സംസ്ഥാനത്തിന് ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ലൈഫ് പദ്ധതി പ്രകാരം ഒരു വീടിന് സംസ്ഥാന സർക്കാർ 4 ലക്ഷം രൂപ ചെലവഴിക്കുമ്പോൾ കേന്ദ്രത്തിൻ്റെതായി വരുന്നത് വെറും 75,000 രൂപയാണ്. ഈ കണക്കുകൾ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ കേരളം മഹാത്ഭുതമാകുന്നത്. അതുപോലെ പെൻഷൻ കമ്പനി ഇത് തന്നെ ഈ ഇന്ത്യയിലെ 1600 രൂപ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നതൊന്നും ഈ സുപ്രീം കോടതി ജഡ്ജിമാർ അവർ ഈ രാജ്യത്താണ് ജീവിക്കുന്നത്. അവർ ഓരോ സംസ്ഥാനങ്ങളുടെയും കണക്കുകൾ, ഓരോ സംസ്ഥാനങ്ങളിലും രണ്ട് വിഷയം ഇന്ന് നമ്മളിപ്പോൾ 2 വിഷയം ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഒന്ന് ലൈഫ്, അതുപോലെ പെൻഷൻ, ലൈഫും പെൻഷനും. പക്ഷേ നമ്മൾ ഒന്ന് എടുത്തുകൊണ്ട് കുട്ടികളുടെ ഉച്ചഭക്ഷണം അവർക്ക് LP സ്കൂള് UP സ്കൂളുകളിൽ രാവിലെയും വൈകിട്ടും സൗജന്യ ഭക്ഷണം കൊടുക്കുകയാണ്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ഈ സൗജന്യ പുസ്തകം, സൗജന്യ യൂണിഫോം, ഇങ്ങനെ ഓരോ തലങ്ങളിലും ഇത്രമാത്രം ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു സർക്കാർ ഇന്ത്യയിൽ വേറെ ഏതെങ്കിലും ഉണ്ടോ? അപ്പോൾ സ്വാഭാവികമായിട്ടും കുറേയധികം അപ്പോൾ ഒന്നും ഈ രീതിയിൽ നടക്കാൻ പാടില്ല എന്ന വാശിയോടുകൂടി കേന്ദ്ര സർക്കാർ എടുക്കുന്ന ഒരു സമീപനത്തിൻ്റെ തുടർച്ചയാണ് 2021 വരെ ഇല്ലാതിരുന്ന ഒരു പുതിയ നിയന്ത്രണം നമ്മളുടെ മുന്നിലേക്ക് അവർ കൊണ്ടുവരികയും. മാത്രമല്ല, ഇത് സാമ്പത്തിക കാര്യങ്ങൾക്ക് അപ്പുറം ഫെഡറൽ ആ സംവിധാനം എങ്ങനെയായിരിക്കണം എന്ന് രാഷ്ട്രീയ ഇന്ത്യയെ പഠിപ്പിക്കുന്ന ഒരു നിലപാടാണ് കേരളം എടുത്തിരിക്കുന്നത്. കേരളത്തിൻ്റെ ദില്ലി സമരത്തിൽ കണ്ടല്ലോ, അവിടെ വന്ന നേതാക്കന്മാർ സംസാരിച്ചത്. കേജ്രിവാളൊക്കെ പറഞ്ഞു, ഭിക്ഷാപാത്രവുമായിട്ടല്ല ഞങ്ങൾ ഈ മുഖ്യമന്ത്രിമാർ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് പറയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അത്തരത്തിൽ എങ്ങനെയാണ് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ എന്തായിരിക്കണം എന്ന ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രശ്നത്തിലേക്ക് കൂടി ഇന്ന് കേരളം സുപ്രീം കോടതിയിൽ നേടിയ ആ അഭിമാനകരമായ വിജയം വഴിവെക്കുന്നുണ്ട്.